മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ലോകപ്രശസ്തമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ കേരള പൊറോട്ട. സാധാരണ നന്നായിട്ട് തേച്ച് കുഴച്ചാലാണ് നല്ല മയമുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്നാൽ അല്പം പോലും തേച്ച് കുഴക്കാതെയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് ഞാൻ ഒട്ടും തേച്ച് കുഴക്കാതെ ഉണ്ടാക്കിയ പൊറോട്ടയാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈസി ആയിട്ട് ഈ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ആദ്യം തന്നെ 1/4 കപ്പ്, അതായത് 165 മില്ലി പാലെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. ഇനി 300 ഗ്രാം മൈദയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 3 നുള്ള് ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു വലിയ ബൗളിലേക്ക് അത് യോജിപ്പിച്ച് വെച്ച പാലും പഞ്ചസാരയും ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ തൈര് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഞാൻ പാം ഓയിലാണ് ചേർക്കുന്നത്. ഇതിന് പകരം സൺഫ്ലവർ ഓയിലാണെങ്കിലും നല്ലതാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് യോജിപ്പിച്ച് വെച്ചിരുന്ന പൊടി ചേർക്കാം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് യോജിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സ്പാച്ചുലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കൈ ഉപയോഗിച്ച് ഇതൊരു ബോൾ പോലെ ആകുന്ന പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതേപോലെ ഒരു ബോൾ പോലെ ആക്കിയ ശേഷം ഒട്ടും എയർ കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ മാവ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. നമ്മൾ ആദ്യം യോജിപ്പിച്ച സമയത്ത് ഇത് കുറച്ച് റഫായിട്ടാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ സർഫസൊക്കെ. ഒരു 15 മിനിറ്റ് റെസ്റ്റ് കഴിയുമ്പോഴേക്കും മാവ് നല്ല സ്മൂത്തായി വരും. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇപ്പം നമ്മുടെ മാവ് നമ്മൾ കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ മാവിൻ്റെ ഒരറ്റത്തുനിന്ന് അല്പം ഇതുപോലെ സാവധാനം ഒന്ന് വലിച്ചു നോക്കിയാൽ ഇത് പൊട്ടിപ്പോകാത്ത ഒരു തിൻ ഷീറ്റായിട്ട് നമുക്ക് വലിക്കാൻ പറ്റും. അതായത് ഈ മാവിലുള്ള ഗ്ലൂട്ടൻ നല്ല സ്ട്രോങ് ആയിട്ട് ഇത് പൊറോട്ട ഉണ്ടാക്കാൻ പാകമായിട്ടുണ്ടെന്നാണ്. ഇനി ഇത് ഒരേ വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഒരു 7 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നല്ല സ്മൂത്തായിട്ട് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന പോലെ ഉരുട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ, 3-4 ടേബിൾ സ്പൂൺ പാം ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതിന് മുകളിലേക്ക്. ആ ബോളിലെല്ലാം ഇത് നന്നായിട്ട് പുരണ്ട് വരണം. ഇനി ഇത് വീണ്ടും ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഓരോന്നും എടുക്കുക, ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പരത്തിയ ശേഷം നന്നായിട്ട് നിങ്ങൾക്ക് വീശി അടിക്കാൻ നന്നായിട്ട് അറിയാമെങ്കിൽ ഇതുപോലെ വീശി അടിച്ച് തിൻ ഷീറ്റായിട്ട് എടുക്കുക. എനിക്ക് അത്രയ്ക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അല്പം ഒന്ന് ഇതുപോലെ അടിച്ച ശേഷം ഞാൻ ഇതുപോലെ വലിച്ച ഒരു തിൻ ഷീറ്റായിട്ട് ഇത് എടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് അല്പം ആ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്യാം. നമ്മൾ ആ മുക്കി വെച്ചിരുന്ന ഓയിൽ ബാക്കി ഉണ്ടാവും, അത് തന്നെയാണ്. അതല്പം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അല്പം മൈദ അതിൻ്റെ മുകളിലായിട്ടൊന്ന് തൂവി കൊടുക്കുക. ഇനി ഇതുപോലെ ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക. ആ മടക്കുകളൊക്കെ ചേർത്ത് വെച്ച് ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. ഈ മടക്കുകളൊക്കെ നമ്മൾ പരത്തുമ്പം ഒട്ടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്പം എണ്ണയും പൊടിയൊക്കെ തൂക്കി കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ചുറ്റി ആ അറ്റം അടിയിലേക്ക് ആക്കി വെച്ചിട്ട്
മുകളിൽ അല്പം എണ്ണയൊന്ന് തടവി കൊടുത്തിട്ട് ഇത് കുറച്ച് സമയം കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ സ്റ്റേജിലും ഇതിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് വീണ്ടും ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വയ്ക്കാം. അതിന് ശേഷമാണ് നമ്മളിത് പരത്തി ചുട്ടെടുക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് എടുക്കുക. കൈയുടെ ഈ ഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ചപ്പാത്തി കോല് കൊണ്ടും ഒന്ന് പരത്തിയെടുക്കാം. തീരെ കനം കുറച്ചല്ല പരത്തേണ്ടത്, അതുപോലെ ഒത്തിരി അമർത്തിയും പരത്തരുത്. ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇനി ചുട്ടെടുക്കാനായിട്ട് ദോശക്കല്ല് നന്നായിട്ട് ഇവിടെ ചൂടായിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുള്ള പാനിൽ വേണം നമ്മൾ ചുട്ടെടുക്കാൻ. ഇത് വേവിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സമയം വേവിക്കരുത്. കുറേ സമയം നമ്മൾ പാനിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊണ്ടിരുന്നാൽ ഇത് കൂടുതൽ ഡ്രൈ ആയി പോകാനും ഹാർഡാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ ബബിൾ വന്ന് തുടങ്ങുന്ന സമയത്ത് അല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിരിച്ചിടുക. ഈ സൈഡും കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പായിട്ടുണ്ട്. പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് തൊട്ടും ചൂടാറാതെ ഒരു കാസറോളിലാക്കി നന്നായിട്ട് അടച്ചു വയ്ക്കുക. ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഇനി നിങ്ങൾ പരത്തുന്ന സമയത്ത് നമുക്ക് പരത്താൻ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ പരത്തുമ്പോൾ ഇത് റബ്ബർ പോലെ ഇങ്ങനെ തിരിച്ചു പോകണ പോലെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി മാവിന് റെസ്റ്റ് കൊടുക്കുക. മാവൊന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പരത്താൻ പറ്റും. ഇനി ഒരു 3 എണ്ണമൊക്കെ ചുട്ട് കഴിയുമ്പോൾ നമുക്കിത് ചേർത്ത് വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ലെയറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും. ഒരു 3-4 എണ്ണമൊക്കെ ഒരുമിച്ച് വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് ആ ലെയറുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇത് വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എത്ര സോഫ്റ്റ് ആണെന്ന്. നല്ല ഫ്ലേക്കി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊറോട്ട. സാധാരണ നമ്മൾ പൊറോട്ടയ്ക്ക് കുഴയ്ക്കുമ്പോൾ അതിൽ വെള്ളം ചേർത്ത് കുഴയ്ക്കും തോറും ഈ മാവിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂട്ടൻ അത് നല്ല സ്ട്രോങ് ആയി വരും. ഇവിടെ നമ്മൾ ഗ്ലൂട്ടനെ സ്ട്രോങ് ആക്കി എടുത്തത് കുഴച്ചിട്ടല്ല, അതിന് പകരം ഈ മാവിന് റെസ്റ്റ് കൊടുത്തിട്ടാണ്. ഒരു 2 മണിക്കൂറോളം നമ്മൾ ഈ മാവിന് റെസ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ആ കുഴയ്ക്കുമ്പോൾ ഉണ്ടായ അതേ എഫക്റ്റ് തന്നെ ഈ മാവിന് അപ്പം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ മാവിൽ ഗ്ലൂട്ടൻ സ്ട്രോങ് ആയാൽ നമ്മുടെ പൊറോട്ട സോഫ്റ്റ് ആവില്ല, അത് നല്ല ചൂവി ടെക്സ്ചർ ആയിരിക്കും അതിന്. ഈ പൊറോട്ട സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ്. ആ ബേക്കിംഗ് സോഡ ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം തൈര് കൂടി ചേർത്തത്. അങ്ങനെയാണ് നമ്മുടെ ഈ പൊറോട്ട നല്ല സോഫ്റ്റായി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്കിവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.